കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭർത്താവ് വെട്ടിക്കൊന്ന ഷിബില നേരത്തെ നൽകിയ പരാതിയിൽ നിഷ്ക്രിയത്വം കാണിച്ചതിന് ഗ്രേഡ് SIയെ സസ്പെൻഡ് ചെയ്തു. താമരശ്ശേരി സ്റ്റേഷനിലെ ഗ്രേഡ് SI നൌഷാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ സംഭവത്തിൽ താമരശ്ശേരി പോലീസിനെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഷിബിലയുടെ പരാതിയിൽ നടപടിയൊന്നും സ്വീകരിക്കാതിരുന്ന താമരശ്ശേരി പോലീസിനെതിരെ നേരത്തെ തന്നെ കുടുംബം രംഗത്ത് വന്നിരുന്നു. റിയാസ് KM ചേരുന്നു. റിയാസ് KM, ഇപ്പോൾ നമ്മൾക്ക് ഈ കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ സംഭാഷണമാണ് കേൾപ്പിക്കാനുള്ളത്. ആരാണ് ആ സംഭാഷണം നടത്തുന്നത്? ഷിബിലയുടെ കുടുംബാംഗങ്ങളാണ്, പ്രത്യേകിച്ച് പിതാവടക്കമുള്ളവരാണ് ഇതിനെതിരെ ആരോപണവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിന് പിന്നെ ആ സംഭാഷണം നമുക്ക് കേട്ടിട്ട് റിയാസിലേക്ക് വരാം. ആ കുടുംബാംഗങ്ങളിൽ ആരോ ഒരാളാണ് സംസാരിക്കുന്നത്. ആ സംഭാഷണം കേൾക്കാം. ഓനോട് കുറച്ച് സാധനങ്ങൾ ഓൾക്ക് തരാൻ വേണ്ടി പറഞ്ഞിരുന്നു. എന്തോ സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ ഉണ്ട്. ആ സാധനങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല. പിന്നെ അതിനെപ്പറ്റി ഒരു വിവരമില്ല. അവർ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു അവർ കൊണ്ടു തന്നില്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് വിവരറിയിക്കേണ്ടി. അങ്ങനെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വിവരറിയിച്ചു. യാതൊരു റിസൾട്ടും ഇല്ല. പിന്നെ ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെ പറ്റി യാതൊരു നടപടി എടുത്തില്ല. ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി ഒരു കറക്റ്റായിട്ട് എടുത്തില്ല. അന്ന് എൻ്റെ മോളെ ജീവൻ ഇതിന്റെ ശരിക്കും ഇവരുടെ മാതാപിതാക്കളാണ് ഇതിന് ശരിക്കും ഉത്തരവാദി. അവർ ഇതിന് തക്കതായ ഒരു നടപടി പോലും ഇതിന് എടുത്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇതിനോന് എത്ര വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റും അത് കൊടുക്കണം. ഷിബിലയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കാതിരുന്ന താമരശ്ശേരി പോലീസിനെതിരെ ഷിബിലയുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾ സംസാരിച്ചതാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഷിബില നേരത്തെ നൽകിയ പരാതിയിൽ നിഷ്ക്രിയത്വം കാണിച്ചതിന് ഗ്രേഡ് SIയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിന്റെ വിവരങ്ങളാണ് റിയാസ് KM ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. റിയാസ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഷിബില ഭർത്താവായ യാസിറിനെതിരെ പരാതിയുമായി താമരശ്ശേരി പോലീസിനെ സമീപിക്കുന്നത്. അന്ന് താമരശ്ശേരിയിൽ പോലീസിന്റെ ആയിട്ടുള്ള നൌഷാദിന്റെ പക്കലാണ് ഷിബില ഈ പരാതി നൽകിയിരുന്നത്. എന്നാൽ നൌഷാദ് അതൊരു കുടുംബ വഴക്ക് എന്ന ലാഘവത്തോടുകൂടി മാത്രമാണ് ഇതിനെ കാണുന്നത്. താമരശ്ശേരി പോലീസ് അത് പിന്നീട് സംസാരിച്ചു തീർക്കാമെന്ന രീതിയിൽ ആ പരാതി സ്വീകരിക്കാതെ വിടുന്നൊരു സാഹചര്യമായിരുന്നു. പിന്നീടാണ് യാസർ ഷിബിലയെ ക്രൂരമായി വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ കുടുംബം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആരോപിച്ചത് താമരശ്ശേരി പോലീസ് അന്ന് ഷിബിലയുടെ ആ പരാതിയിൽ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ യാസർ തന്റെ മകളെ വെട്ടിക്കൊല്ലാൻ വരുമായിരുന്നില്ല, തന്റെ മകൾ ഇപ്പോഴും ജീവനോടെ ായിരുന്നു എന്നാണ് പിതാവ് അടക്കമുള്ള കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ തന്നെ കോഴിക്കോട് റൂറൽ SP ആയിട്ടുള്ള KE ബൈജു താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അന്നത്തെ ഫയലുകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയതിന്റെ തുടർന്ന് ഗ്രേഡ് SI നൌഷാദിനെ സസ്പെൻഡ് ചെയ്തതായി ഉത്തരവിടുകയുമാണ് ഉണ്ടായത്. മറ്റൊരു കാര്യം, ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ താമരശ്ശേരി പോലീസിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല 15 ദിവസത്തിനകം ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ഉത്തരവ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ജുഡീഷ്യൽ കമ്മീഷൻ അംഗമായിട്ടുള്ള K ബൈജുനാഥും ആ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കമ്മീഷൻ കോഴിക്കോട് ജില്ലയിൽ അടുത്ത സിറ്റിംഗ് നടത്തുന്ന 29-നാണ്. ആ 29-ന് ഈ കേസ് സംബന്ധിച്ച കാര്യങ്ങൾ ആ സിറ്റിംഗിൽ പരിഗണിക്കുകയും ചെയ്യും. ഒരു പ്രധാനപ്പെട്ട ആരോപണം പോലീസ് വകുപ്പിനെതിരെ വ്യാപകമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങളുടെ അളവ് കുറവാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി പോലീസുകാർക്ക് മേൽ സമ്മർദ്ദമുണ്ട്. കേസുകൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുക, പരമാവധി ഒത്തുതീർപ്പാക്കി വിടുക, രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അത് FIR രേഖപ്പെടുത്തിയാൽ അത് കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ കൂടുതൽ വർധനയുണ്ടാവും. അത് വ്യാപകമായ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ കുറ്റകൃത്യങ്ങളുടെയൊക്കെ കണക്ക് വരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പ്രതിച്ഛായയെ മോശമായി ബാധിക്കും എന്നൊക്കെയുള്ള രീതിയിൽ സമ്മർദ്ദം പോലീസുകാരിലുണ്ട് എന്നൊരു ഭാഗത്ത് ആരോപണം ഉണ്ടാകുന്നതിനിടയിലാണ് പോലീസിൻ്റെ ഭാഗത്തുള്ള നിഷ്ക്രിയത്വത്തിൻ്റെ പേരിൽ ഗ്രേഡ് SIയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആ പറയുന്ന വ്യാപക വിമർശനത്തോട് ചേർന്ന് നിൽക്കുന്നതാണോ ഇത്? അല്ല എന്ന് തോന്നിപ്പിക്കുന്ന അത്രയും ഗൗരവമേറിയ രീതിയിൽ നിസ്സംഗതയും നിഷ്ക്രിയത്വവും ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും ഇത് പോലീസ് കാണിച്ച ഈ ഒരു നിഷ്ക്രിയത്വം കാരണം അന്ന് ഈ പരാതി സ്വീകരിച്ചിരുന്നെങ്കിൽ യാസറിനെതിരെ നടപടി സ്വീകരിക്കുമായിരുന്നു. ആ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയെ ഷിബിലയെ ശാരീരികവും മാനസികമായി ഉപദ്രവിച്ചു എന്നതിന്റെ പേരിൽ ഒരുപക്ഷെ യാസറിനെ റിമാൻഡ് ചെയ്യാൻ പോലും സാധിക്കാവുന്നൊരു പരാതിയായിരുന്നു അത്. കേസെടുത്ത് റിമാൻഡ് ചെയ്യാൻ പോലും സാധിക്കുന്ന ഒരു സംഭവമായിരുന്നു. അങ്ങനെ റിമാൻഡിൽ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ യാസർ ചെയ്ത
കുറ്റത്തിന്റെ വ്യാപ്തി മനസ്സിലാകുകയും അല്ലെങ്കിൽ അയാൾ ജയിലിൽ അടക്കപ്പെട്ടതിനാൽ ഈ ഘട്ടത്തിലൊന്നും ഷിബില കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് കൃത്യമായൊരു ഗുരുതരമായൊരു കൃത്യവിലോപം തന്നെയാണ് ഈ താമരശ്ശേരി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കോഴിക്കോട് റൂറൽ SP ഈ കാര്യത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അന്ന് പരാതി വാങ്ങി നടപടിയെടുക്കാതിരുന്ന ഗ്രേഡ് SI നൌഷാദിനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ താമരശ്ശേരി പോലീസിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ കേസെടുത്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്.